Module 5 Types of Insurance. Procedure to buy health insurance policy. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ബൈ ചെയ്യണമെങ്കിൽ ഒരു ഇൻഷുർഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സാധാരണ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് പ്രപ്പോസൽ ഫോം. ഒരു പേഴ്സൺ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് വെക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രപ്പോസൽ ഫോം സെൻഡ് ചെയ്യണം. അതിൽ അയാളുടെ പേര്, നെയിം, അഡ്രസ്സ്, ഏജ്, ഒക്യുപ്പേഷൻ, അതുപോലെ തന്നെ എത്ര എമൗണ്ടാണ് ഇൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദെൻ ഫോട്ടോഗ്രാഫ്, അയാളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രപ്പോസൽ ഫോമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്. ആ പേഴ്സൻ്റെ ഇൻഷുർഡിൻ്റെ ഹെൽത്ത് നല്ല കണ്ടീഷനിലാണ് എന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഫോം വേണം. ദെൻ അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ കാണിച്ചുകൊണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്. ഇഫ് ദ ഏജ് ഓഫ് എ പ്രപ്പോസർ ഇസ് എബവ് എ സ്പെസിഫൈഡ് ലിമിറ്റ്, ദാറ്റ് ഇസ് 45 ഏജിന് മുകളിലാണ് അയാളുടെ ഏജ് എന്നുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് കൂടെ, അതായത് ഹെൽത്ത് കണ്ടീഷൻ നോർമലാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് കൂടെ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ആൻഡ് ഇഷ്യൂ ഓഫ് പോളിസി ഡോക്യുമെൻറ്റ്. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് പ്രീമിയം പേ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ പോളിസി ഡോക്യുമെൻറ്റ് ഫസ്റ്റ് പ്രീമിയം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പോളിസി ഡോക്യുമെൻറ്റ് ഇൻഷുർഡിന് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിൽ ആ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ആണ് ഇഷ്യൂ ഓഫ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ബൈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ്. അവരാണ് ക്ലൈംസിൻ്റെ പ്രൊസീഡിങ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഹെൽത്ത് കാർഡ് ഉണ്ടാവും അല്ലേ, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നതും അത് പ്രിപ്പയർ ചെയ്യുന്നതും ഈ പറയുന്ന TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ദെൻ after issue of policy document, third party administrator will issue the photo identity card which will help to get the treatment in hospitals on a cashless basis. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വെച്ചിട്ട് നമ്മൾക്ക് ഓരോ ഇൻഷുറൻസ് കമ്പനീസിനും ഓരോ കാർഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കാർഡിൻ്റെ ബേസിൽ നമ്മൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ കാർഡ് കാണിച്ചാൽ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് ലാസ്റ്റ് വരുന്ന സ്റ്റേജ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് ഒരു ഇൻഷുറൻസ് പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബർഗ്ലറി ഇൻഷുറൻസ്. ബർഗ്ലറി ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് ലോസ് ഓഫ് പ്രോപ്പർട്ടി ഡ്യൂ ടു ബർഗ്ലറി ഒക്കറിങ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് പോളിസി. അപ്പോൾ പോളിസി പീരിയഡിനുള്ളിൽ എന്തെങ്കിലും നമ്മളുടെ സാധനങ്ങൾ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾക്ക് അതിനെതിരായിട്ട് സ്യൂ ചെയ്യാനും ആ ഡാമേജിനുള്ള പേയ്മെൻറ്റ് കിട്ടുന്നതും ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോഴായിരിക്കും. It offers protection against risk of loss or damage by burglary, house breaking, theft or larceny in residential premises. അപ്പോൾ ആ ഒരു റെസിഡൻഷ്യൽ പ്രിമിസസ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും കളവ് നടന്നാലും, അതുപോലെ തന്നെ ഹൗസ് ബ്രേക്ക് ചെയ്തിട്ട് കളവ് നടത്താനുള്ള ശ്രമത്തിനിടയിൽ വീട്ടിൽ ജനലുകളൊക്കെ പൊട്ടിക്കുകയോ അങ്ങനെ ചില്ല് തകർക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുമുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നത്, അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ ടൈപ്പ് ഓഫ് ഇൻഷുറൻസിലൂടെയാണ്. ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻസ് ടു ബോത്ത് പ്രിമിസസ് ആസ് വെൽ ആസ് എ പേഴ്സണൽ ബിലോങ്ങിങ്സ്. അപ്പോൾ പേഴ്സൻ്റെ നമ്മൾ ഇൻഷുർ ചെയ്ത പേഴ്സൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അതായത് ഇപ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ വല്ല ഡോക്യുമെൻറ്റ്സോ അതൊക്കെ കളവ് പോയി കഴിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ ആ പ്രിമിസസ് ഒരു പ്രോപ്പർട്ടിക്ക് ഡാമേജ് സംഭവിച്ചാൽ അതിലുള്ള കോമ്പൻസേഷനും ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ് കവേഴ്സ് ഡാമേജ് ടു പ്രിമിസസ് ലൈക്ക് വാൾസ്, ഡോർസ്, വിൻഡോസ്, ലോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇവിടെ കവറേജ് കൊടുക്കുന്നുണ്ട്. ദെൻ ലോസ് ഓഫ് ഡാമേജ്, ഏതൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ലോസ് അല്ലെങ്കിൽ തെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബർഗ്ലറി ഇൻഷുറൻസ് പോളിസിയിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടിക്ക് നമ്മൾക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ലൈഫ് സ്റ്റോക്ക്, ദെൻ മോട്ടോർ വെഹിക്കിൾസ്, പെഡൽ സൈക്കിൾസ്, ദെൻ മണി, സെക്യൂരിറ്റീസ് ഓഫ് സ്റ്റാമ്പ്സ്, ബുള്ളിയൻ, ഡീഡ്സ്, ബോണ്ട്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്, ഷെയർ സർട്ടിഫിക്കറ്റ്സ്, ബിസിനസ് ബുക്സ്, ഡോക്യുമെൻറ്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്. അതിൽ പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ്, ഒരു പേഴ്സണിന് ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പോളിസി ആക്ട് ചെയ്യുന്നത്. ദെൻ അതിൽ വരുന്നത് എന്താണെന്ന് നോക്കി, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഇസ് ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് റിസ്ക് ദാറ്റ് അറൈസ് ഡ്യൂ ടു ഡെത്ത് ഓർ ഡിസേബിൾമെൻറ്റ് കോസ്ഡ് ഡയറക്ട്ലി ഓർ സോൾവ്ലി ബൈ
ആക്സിഡൻസ്. അപ്പോൾ ആക്സിഡൻസ് വഴി ഉണ്ടാകുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡെത്തിന് ലൂടെ വരുന്ന റിസ്ക്കുകളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് റിസ്ക് ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എഗെയിൻസ്റ്റ് എനി പേഴ്സണൽ ആക്സിഡൻറ്റ്. അപ്പോൾ ഒരു പേഴ്സണിന് എടുക്കാം, അല്ല ഒരു ഇൻഡിവിജ്വലിന് എടുക്കാം, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് ഒരുമിച്ച് ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ്. Then a group of individual which consist of a family of husband, then wife, children, and can be covered by a single policy. അപ്പോൾ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം, ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതിൽ ഒരു സിംഗിൾ പേഴ്സൺ ആണ്. ഗ്രൂപ്പ് ആയിട്ട് എടുക്കുമ്പോൾ അവിടെ ഫാമിലിയിൽ എല്ലാ മെമ്പേഴ്സിനും നമ്മൾക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ ആക്സിഡൻറ്റ് മീൻസ് any sudden, unintended and fortuitous external and visible event which might cause bodily injury or which leads to physical disability or death. അപ്പോൾ അൺഫോർസീൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന, അതുപോലെ തന്നെ ഇൻറ്റൻഷണൽ അല്ലാതെ വരുന്ന, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാ തരത്തിലുള്ള ബോഡിലി ഇഞ്ചുറി, ആക്സിഡൻറ്റ് വഴി ഉണ്ടാകുന്ന ബോഡിലി ഇഞ്ചുറിക്കും ഡെത്തിനും ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. Then accident is not necessary to happen only on roads but may occur in office while traveling or even at home while doing everyday household activities. അപ്പോൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് റോഡിലുണ്ടാകുന്ന ആക്സിഡൻസിന് മാത്രമല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, ഓഫീസിലാണെങ്കിലും വൈൽ ട്രാവലിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആക്സിഡൻസ് ആണെങ്കിലും ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. Then personal accident insurance is a form of health insurance against loss by accidental bodily injury and also covers loss of earnings due to injury of insured person. അപ്പോൾ ആ ഇൻഷുർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആരാണോ അവരുടെ ബോഡിലി ഇഞ്ചുറി മൂലം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് അയാളുടെ ഇൻകം ലോസ് ആവുകയാണ്, അതായത് അയാൾക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൂടെ ഈ ഒരു ഇൻഷുറൻസ് പോളിസി വഴി കൊടുക്കുന്നുണ്ട്. ദെൻ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഇൻഷുറൻസ് കവർ ദാറ്റ് പ്രൊവൈഡ്സ് compensation in a form of fixed sum of money to the insured or his family members if the insured sustains injuries caused by an accident that results in death. Then permanent total disablement, permanent partial disablement or temporary total disablement. Broken bones, burns, ambulance expenses as well as a daily cash reimbursement for hospitalization due to accidents. അപ്പോൾ ബ്രോക്കൺ ബോൺസ്, എല്ലുകൾക്ക് എന്തെങ്കിലും ക്ഷതങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഫയർ ഉണ്ടായിട്ട് അങ്ങനെ തീപിടുത്തം മൂലം ബേൺസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ദെൻ ഡെയിലി ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും അതുപോലെ തന്നെ ആംബുലൻസ് എക്സ്പെൻസസും മീറ്റ് ചെയ്യാനുള്ള എമൗണ്ടും ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ മേജർ ഇൻഷുറൻസ് ഓപ്ഷൻ കവർ ദ റിസ്ക് ഫ്രം ആക്സിഡൻറ്റ്സ്. താഴെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റിസ്ക്കുകളാണ് ഇതിൽ കവർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൽ ഫിക്സഡ് സം ഓഫ് മണിയാണ്, അവരുടെ ഡിസേബിൾമെൻ്റ് ആവുന്ന സമയത്ത് ഒരു ഫിക്സഡ് സം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് സെപ്പറേറ്റ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസീസ് ഓഫേർഡ് ബൈ ജനറൽ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ഇത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കുന്നുണ്ട്. ദെൻ ആൻ ആക്സിഡൻറ്റ് റൈഡർ അലോങ് വിത്ത് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫേർഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. സെക്കൻഡ് പറയുന്നത് ആക്സിഡൻറ്റ് റൈഡർ അലോങ് വിത്ത് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫേർഡ് ബൈ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ റൈഡർ, ബൈക്ക് റൈഡേഴ്സോ അങ്ങനെ റൈഡേഴ്സിന് അവരുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ഇതും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ദെൻ ഇനി താഴെ പറയുന്ന കുറച്ച് കേസുകൾ ജനറലി പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻറ്റൻഷണൽ സെൽഫ് ഇഞ്ചുറി, സൂയിസൈഡ് ഓർ അറ്റംപ്റ്റഡ് സൂയിസൈഡ്. അപ്പോൾ സൂയിസൈഡോ അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ലിക്വർ ഓർ ഡ്രഗ്സ്. എന്തെങ്കിലും വിഷങ്ങളോ അതുപോലെ തന്നെ ലിക്വറോ കഴിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എന്തെങ്കിലും ഇഞ്ചുറീസോ ഡിസേബിൾമെൻറ്റോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എൻഗേജിങ് ഇൻ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുമൂലം ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്. ദെൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കോസ്ഡ് ബൈ വെനറിയൽ ഡിസീസ് ഓർ ഇൻസാനിറ്റി. ദെൻ ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി റിലേറ്റഡ്. ദെൻ വാർ ഇൻക്ലൂഡിങ് സിവിൽ വാർ, ആക്ഷൻ ഓഫ് ഫോറിൻ എനിമി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതായത് നമ്മുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.